ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ആപ്പിൾ ജ്യൂസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ കൂടെ വേറെ 2 വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ആപ്പിൾ 2 തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി കളയാതെ വേണമെങ്കിലും ഇത് ജ്യൂസ് അടിക്കാം. ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായി അടിച്ചിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ അതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിലിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മേരക്ക ഇത് ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെ ഇത് ഉപ്പേരി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് എടുക്കാം. ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി ചെറിയ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇട്ട് അത് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് 2 പച്ചമുളകിട്ട് 1 വെളുത്തുള്ളി ഇട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് കറിവേപ്പിലയിട്ട് വേണമെങ്കിൽ വറ്റൽമുളക് വലിയ ഉള്ളിയൊക്കെ ഇട്ടാൽ എന്നിട്ട് ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇനി അതൊന്ന് ഇളക്കി അതിന് നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഈ മുളകിൻ്റെയും തേങ്ങൻ്റെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി സെർവ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. അടുത്തത് ഞാൻ കുറച്ച് ഗോതമ്പ് പാറ്റാനോ പെറുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുത്ത് മതി. ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിൻ്റെ കുപ്പ വേസ്റ്റ് അതിലുള്ളതൊക്കെ അതുപോലെ മേലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി മേലെന്ന്. പിന്നെ ഗോതമ്പത്തിലുള്ള അഴുക്കും ഒക്കെ പോകും, കല്ലൊക്കെ അടിയിൽ പോകും. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ അത് ചേറി പെറുക്കുമ്പോഴത്തേനൊക്കെ കുറേ നമ്മളതിൽ പണി ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും. വെയിലൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ 2-3 പ്രാവശ്യം ഇത് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാം കഴുകി ഇട്ടുണ്ട് കേട്ടോ. ക്ലീനായിട്ടുണ്ട് കണ്ടോ. ഇനി അതിൽ ഒന്നുമില്ല.
ഇനി നമുക്കിതൊരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് വാരി വെക്കാം. വെള്ളം വാരാൻ വെക്കാം. ഇതുപോലെ ഞാൻ ഈ ഇതിൻ്റെ അടിയിൽ ഓട്ടയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അരി ഗോതമ്പൊക്കെ കഴുകുമ്പോൾ ഇതിൽ വാരിയിട്ട് വെക്കും. എന്നിട്ട് വെള്ളം വാർന്നിട്ട് ഉണങ്ങാൻ കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ വാരി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു 7 കിലോ ഗോതമ്പുണ്ടാവും. അപ്പോൾ അതാ കണ്ടോ, അതിൻ്റെ കല്ലൊക്കെ അടിയിൽ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ക്ലീനായി കിട്ടും. പൊടിയും നല്ല ടേസ്റ്റ് കാരം. ഇന്ന് നമുക്കിതൊന്ന് മേലെ കൊണ്ടുപോയി ഉണങ്ങാനിടാം. ഇതുപോലെ ഒരു തുണി വിരിച്ച് അതിലിട്ട് പരത്തി കൊടുത്താൽ അത് ഇവിടെ വെയിലൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് 2 ദിവസം ആകും ഉണങ്ങി കിട്ടുമ്പോഴേക്കിനും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി നാം അടുത്തൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.